Good morning. My topic is value chain analysis and its advantages. Let's look at what is a value. The value is a total amount that buyers are willing to pay for a product. അതായത് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപയാണോ ചാർജ് ചെയ്യുന്നത് ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രൈസാണ് ചാർജ് ചെയ്യുന്നത്. അതായത് മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കുന്ന പൈസ, അവരുടെ പ്രോഫിറ്റ് ഒക്കെ കൂട്ടിയിട്ടാണ് ഓരോരോ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ടാവുക. ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്. അതായത് ബയേഴ്സ് എത്ര രൂപയാണോ ആ പ്രൊഡക്റ്റിന് പേ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. The difference between total value and the total cost of performing all the firm's activities provides a margin. ഒരു മാർജിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ വാല്യൂ ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് അവരുടെ ഡിഫറൻസാണ് ഒരു മാർജിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ the value chain is a tool developed by Dr. Michael Porter, Harvard Business Schools. ഈ ടൂൾ ആരാണ് ഡെവലപ്പ് ചെയ്തത്? മൈക്കൽ പോർട്ടർ ആണ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് വാല്യൂ ചെയിൻ. എന്താണ് ഒരു വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ടേഴ്സ് ഡെഫിനിഷൻ ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് ടു ഡിസൈൻ, പ്രൊഡ്യൂസ്, മാർക്കറ്റ്, ഡെലിവർ ആൻഡ് സപ്പോർട്ട് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. പോർട്ടർ എന്താണ് പറയുന്നത്? പോർട്ടറുടെ ഡെഫിനേഷൻ എന്താണ് വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഡിസൈൻ ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് മാർക്കറ്റ് ചെയ്യാൻ, ഡെലിവർ ആൻഡ് സപ്പോർട്ട്. ഒരു പ്രൊഡക്റ്റോ സർവീസോ ഈ സപ്പോർട്ട് ചെയ്യാൻ ഡിസൈൻ തുടങ്ങി സപ്പോർട്ട് ചെയ്യാൻ വരെ ഉണ്ടാവുന്ന അതിനുള്ളിൽ പെടുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയുന്നത്, വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. The value chain is concentrating on the activities starting with raw materials till the conversion into final goods or services. മെയിനായിട്ട് വാല്യൂ ചെയിൻ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അത് ഉണ്ടാക്കുന്നത് മുതൽ അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ്, ലാസ്റ്റ് അതൊരു ഒരു പ്രൊഡക്റ്റ് ആവണ വരെയുള്ള എന്തെല്ലാം സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സാണ് ഉണ്ടാവുന്നത് അതിനെയാണ് ഈ വാല്യൂ ചെയിൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങണം, പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ലാസ്റ്റ് അതൊരു ഫിനിഷ്ഡ് ഗുഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആവണ വരെയുള്ള എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് ഉണ്ടാവുന്നത് ആ പ്രൊസീജിയേഴ്സാണ് മെയിനായിട്ട് വാല്യൂ ചെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 2 കാറ്റഗറീസ് ആണുള്ളത്, പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസും. പ്രൈമറി ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്പറേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുതൽ സെയിൽസ് വരെയാണ് വരുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, അത് എങ്ങനെയാണ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ ഉണ്ടാവുന്നത്. സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, HR, അതൊക്കെയാണ്. ഹ്യൂമൻ റിസോഴ്സ്, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാൻ, അതായത് ഉണ്ടാക്കുന്നത് മുതൽ സെയിൽ ചെയ്യുന്ന വരെയുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയാണോ സെല്ല് ചെയ്യാൻ സഹായിക്കുന്നത് ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് വാല്യൂ ചെയിൻ അനാലിസിസ്. നമുക്ക് നോക്കാം, നമ്മൾ വാല്യൂ എന്താണെന്ന് പഠിച്ചു. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റിന് നമ്മൾ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പോയാൽ നമ്മൾ എത്ര രൂപയാണോ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടോട്ടൽ എമൗണ്ടിനാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് മുതൽ എന്തൊക്കെയാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആവണ വരെയുള്ള എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഉണ്ടാവുന്നത് അതിനെയാണ് മെയിനായിട്ട് വാല്യൂ ചെയിൻ എന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ടു ഐഡൻറ്റിഫൈ സോഴ്സസ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇത് മെയിനായിട്ട് എന്താണ്, ഒരു മത്സര നേട്ടം, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണോ ഉള്ളത് നമ്മളെ തിരിച്ചറിയാനാണ് ഈ വാല്യൂ ചെയിൻ അനാലിസിസ് സഹായിക്കുന്നത്. സ്പെസിഫിക്കലി ഓപ്പർച്യൂണിറ്റീസ് ടു സെക്യൂർ കോസ്റ്റ് അഡ്വാൻറ്റേജസ്, അതായത് നമ്മളെ ചിലവ് ഗുണങ്ങൾ നേടാനുള്ള അവസരങ്ങൾ നോക്കിത്തരും. പിന്നെന്താ, ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിയേറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിഫറൻസിയേഷൻസ്, അതായത് ഒരു പ്രൊഡക്റ്റോ സർവീസിൻ്റെ ഒരു വ്യത്യാസം സൃഷ്ടിക്കാനുള്ള അവസരങ്ങളും ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. മെയിനായിട്ട് വാല്യൂ ചെയിൻ അനാലിസിസ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി ടു സെക്യൂർ കോസ്റ്റ് അഡ്വാൻറ്റേജും ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിയേറ്റ് പ്രൊഡക്റ്റ് സർവീസ്
ഡിഫറൻസിയേഷനും, ഒരു പ്രൊഡക്റ്റോ സർവീസിൻ്റെയോ വ്യത്യാസം സൃഷ്ടിക്കാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചെലവ് ഗുണങ്ങൾ നേടാനുള്ള അവസരങ്ങളുമാണ് മെയിനായിട്ട് വാല്യൂ ചെയിൻ അനാലിസിസിൽ നോക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഇൻഡസ്ട്രി പാർട്ടിസിപ്പൻസ്. എന്താണ് ഇത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രി പാർട്ടിസിപ്പൻസ്, എല്ലാ ഇൻഡസ്ട്രി പാർട്ടിസിപ്പേറ്റും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ എന്തെല്ലാം ആക്ടിവിറ്റീസാണോ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് അവർ പെർഫോം ചെയ്യുന്നത്, അതൊക്കെയാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു മത്സര നേട്ടത്തിൻ്റെ സോഴ്സസ്, ഉറവിടങ്ങൾ എവിടൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് മെയിനായിട്ട് ഇത് സഹായിക്കും. പിന്നെ മെയിനായിട്ട് എന്താണ് സഹായിക്കുന്നത്, ചെലവ് ഗുണങ്ങൾ നേടാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ സർവീസിൻ്റെ വ്യത്യാസം സൃഷ്ടിക്കാനുള്ള അവസരങ്ങളാണ് മെയിനായിട്ടിത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് വാല്യൂ ചെയിൻ അനാലിസിസ്. സോ നമ്മൾ നോക്കി വാല്യൂ എന്താണെന്ന് നോക്കി, വാല്യൂ ചെയിൻ എന്താണെന്ന് പറഞ്ഞു, വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ അഡ്വാൻറ്റേജസ് ഓഫ് വാല്യൂ ചെയിൻ അനാലിസിസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് എന്താണ് മൂല്യം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഓരോ ഓർഗനൈസേഷനും ഓരോ വാല്യൂ വേണം. ആ വാല്യൂ നമ്മൾ എന്തൊക്കെ വാല്യൂ ആണ്, ഫോർ എക്സാമ്പിൾ ഓർഗനൈസേഷൻ എ, ആ ഓർഗനൈസേഷൻ ഒരു വാല്യൂ വേണം. അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കുന്നതായിരിക്കും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷന് വാല്യൂ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. Second one is it helps evaluate the result of internal process in the value chain. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ പ്രോസസ്സിൻ്റെ വാല്യൂസ്. നമ്മൾ ഇൻറ്റേർണലായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണലായിട്ട് നമ്മൾ കുറേ പ്രോസസ്സസ് ചെയ്യും. അതിൻ്റെ എല്ലാം റിസൾട്ട് എങ്ങനെയാണോ എന്ന് അത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. Third one is it enables management to perceive the relationship between different internal process. ഇതെന്താണ് സഹായിക്കുന്നത്, ഓരോ ഇൻറ്റേർണൽ പ്രോസസ് ഡിഫറെൻറ്റ് ഇൻറ്റേർണൽ പ്രോസസ്സിൻ്റെ റിലേഷൻഷിപ്പ് എന്താണോ എന്ന് മനസ്സിലാക്കാൻ അത് മാനേജ്മെൻറ്റിനെ സഹായിക്കും. അതായത് മാനേജ്മെൻറ്റ് ഓരോ ഇൻറ്റേർണൽ പ്രോസസ്സും നടക്കുമ്പോഴും അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് മാനേജ്മെൻറ്റിനെ സഹായിക്കും. Next is it helps create highest possible value for customers and thus ensures customer satisfaction. അതായത് എന്താണ്, ഓരോ കസ്റ്റമേഴ്സിനും നല്ല വാല്യൂ, അതായത് നല്ല ഹൈയസ്റ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. എന്താണ്, നമ്മൾ ഒരു കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിന് അത്ര വാല്യൂ ഉണ്ടെന്ന് കണ്ടാലാണ് അവർ പിന്നെ അത് പർച്ചേസ് ചെയ്യുക. അതങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളെന്താ വാല്യൂ കൂട്ടും തോറും കസ്റ്റമർ സാറ്റിസ്ഫൈ ആണ് ചെയ്യുന്നത്. ഓരോ പ്രൊഡക്റ്റിനും ഓരോ മൂല്യം കൂട്ടും തോറും കസ്റ്റമർ മോർ സാറ്റിസ്ഫൈഡ് ആവാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വാല്യൂ കൂട്ടുന്നതോടുകൂടി നമ്മൾ ഇറ്റ് എൻഷുവേഴ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. Next is it provides useful information that helps in taking decisions regarding outsourcing, mall or buy, etc. അതായത് ഡെസിഷൻസ് എടുക്കാനും ഓരോ ഓർഗനൈസേഷൻ ഓരോ ഡെസിഷൻസ് എടുക്കാനും വാല്യൂ ചെയിൻ അനാലിസിസ് സഹായിക്കും. എന്തിനൊക്കെ പറ്റി ഔട്ട്സോഴ്സിങ്, ബൈ ചെയ്യണത്, എല്ലാത്തിനും എന്തൊക്കെയാണ് ചെയ്യാൻ, അതിനെല്ലാം ഡെസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കും. ഓരോ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഡിസിഷൻസൊക്കെ എടുക്കാൻ ഈ വാല്യൂ ചെയിൻ അനാലിസിസ് സഹായിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് is useful for comparing the firm's current position with the strategy selected in order to assist the strategic gap. അതായത് ഒരു സ്ട്രാറ്റജിക് ഗ്യാപ്പിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫേമും ഓരോ സ്ട്രാറ്റജി സെലക്ട് ചെയ്യും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്ലാൻ എന്നാണ് സ്ട്രാറ്റജിയുടെ അർത്ഥം. അതായത് ഓരോ കമ്പനിക്കും ഓരോ പ്ലാൻ ഉണ്ടാവും. നല്ലൊരു പ്ലാന്, ഓരോ സ്ട്രാറ്റജി, ബെസ്റ്റ് സ്ട്രാറ്റജി എടുക്കാനായിരിക്കും ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേം എപ്പോഴും താല്പര്യപ്പെടുന്നത്. സോ വാല്യൂ ചെയിൻ അനാലിസിസ് എന്തിനു സഹായിക്കുന്നതാണ്, ഓരോ ഫേമിൻ്റെയും കറൻറ്റ് പൊസിഷൻ, നമ്മൾ എടുത്ത സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജി ഇസ് ഇറ്റ് ഗുഡ് ഫോർ ആ കമ്പനി, അത് നമ്മുടെ കമ്പനിക്ക് നല്ലതാണോ, ഇപ്പോഴത്തെ കറൻറ്റ് പൊസിഷൻ നല്ലതായിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളെടുത്ത സ്ട്രാറ്റജി നമ്മളെ കറൻറ്റ് പൊസിഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് സഹായിക്കുന്നതായിരിക്കും.
അപ്പോൾ അതാണ് അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് 6 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദ ഓർഗനൈസേഷൻ. പിന്നെന്താ, ഇവാലുവേറ്റ് ദ റിസൾട്ട് ഓഫ് ഇൻറ്റേർണൽ പ്രോസസ്. Enables the management to perceive the relationship between different internal process. It helps to create highest possible value for customers. Useful information helps in taking decisions and comparing the firm's current position with the strategy selected. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അഡ്വാൻറ്റേജസ് പറയുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.